നീയന്നേ എൻ്റെ ഉള്ളാകെ തുന്നിയതല്ലേ, പിന്നെ മിണ്ടാതെ കണ്ണാലെ ഞാൻ ചൊല്ലിയതല്ലേ, നിന്നെ വന്നേ പിന്നെ. ഫസ്റ്റ് തന്നെ ഡാമേജ് ആണ് സംഭവം. അൺബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈവനിങ് വരെയും ഞാൻ ഓപ്പൺ ചെയ്യാതിരുന്നത്. നൈറ്റൊക്കെ ഫ്രീ ആയിട്ട് വർക്കൊക്കെ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിൽ. പക്ഷേ ഓപ്പൺ ചെയ്ത ഉടനെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. സോ ഈ സാധനം എല്ലാം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇടാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ബട്ട് ആക്ച്വലി ഐ തിങ്ക് ഇത് പാക്കേജിൻ്റെ ക്വാളിറ്റി കൊണ്ട് വന്നൊരു പ്രോബ്ലമാണ്. കാരണം ഈ ഒരു ലിവർ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു പാക്കിംഗ് അല്ലാത്തത് കൊണ്ടായിരിക്കണം അത് പൊട്ടിയിട്ടുണ്ടാവുക. അത് ഒക്കെ റീപാക്ക് ചെയ്ത് വെച്ചിട്ട് റിട്ടേൺ. ആക്ച്വലി ഞാനത് റിട്ടേൺ പോളിസി എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഗ്ലൂ ചെയ്യേണ്ടി വരും. അപ്പോൾ സംഭവം എന്തായാലും പാളി. അപ്പം ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ കൂടെ പെരുക്കി കൂട്ടി പാക്ക് ചെയ്യണം, റിട്ടേൺ അടിക്കണം. ഓക്കെ, ട്രൈ നോക്കാം ഗൈസ്. ഇതിലിപ്പോൾ ഒരു കോമഡി ഉണ്ട്. എന്താ വെച്ചാൽ അയച്ചോ, ഞാൻ ഇത് റിട്ടേൺ അടിക്കുന്ന സമയത്ത് നമ്മളിതിൽ ഇമേജസ്, ഡാമേജ് പ്രൊഡക്റ്റിന് ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തൊരു 3 ഫോട്ടോസ്. പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന നോക്കൂ, സി ആക്ച്വലി ഞാനതൊരു EMI എടുത്തത്. ലൈക്ക് ഇറ്റ്സ് ബജാജിൽ വെറുതെ വിത്തൗട്ട് നോ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു 3 months പേയ്മെൻറ്റ് കണ്ടു, ഡൺ. ആ ഒരു പ്രോസസ്സിലാണ് എടുത്തത്. ഒരു ചെറിയ എമൗണ്ട് മന്ത്ലി പോകുന്ന പോലെ. അപ്പോൾ ഇതിൽ റീഫണ്ട് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ അല്ല, ബിക്കോസ് സെല്ലറിനടുത്ത ഐറ്റം ഇല്ല. സോ ആമസോൺ പറഞ്ഞ ലെറ്റ് സീ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്താ നമുക്കൊരു പ്രോപ്പർ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. എന്താണ് നടക്കാൻ പോകുന്നത്, റീഫണ്ട് ആണോ റീപ്ലേസ്മെൻ്റ് ആണോ, ഓർ നമുക്ക് ലൈക്ക് ഈ EMI നമുക്കിത് EMIക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള EMI ക്ലോസ് ആവുമോ, ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ബജാജ് ആണ്, എന്തും സംഭവിക്കാം. ആക്ച്വലി എനിക്ക് റീഫണ്ട് വേണ്ട ഒരു നിർബന്ധമില്ല. കാരണം ഞാൻ എനിക്ക് പ്രൊഡക്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഓർഡർ ചെയ്തതാണ്. റീഫണ്ട് കിട്ടിയില്ലെങ്കിലും ഡാമേജ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടിയാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇതാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് എനിക്കിതുപോലെ ഞാൻ റിട്ടേൺ ചെയ്തതിന് റീഫണ്ടൊക്കെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൊണ്ടൊരു പ്രോബ്ലം ആയിട്ടില്ല. പക്ഷെ ഇതൊരു ഉറപ്പില്ലാത്തൊരു മെസ്സേജ് ആയതുകൊണ്ടേ സാധാരണ കാണുന്ന ഒരു വിതിൻ 3 working days, വിതിൻ 7 working days റിട്ടേൺ ഉണ്ടാവുന്നോ, ലൈക്ക് ഇങ്ങനെ വന്ന് ഡെലിവറി പിക്ക് ചെയ്യുന്ന സംതിങ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് സാധാരണ കാണാറ്.